ഷീജ, ഗുഡ് മോർണിംഗ്. കേരളം ഇന്ന് കാത്തിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി ആരെന്ന് അറിയാനുള്ള തീരുമാനത്തിലാണ്. രാവിലത്തെ മന്ത്രിസഭാ യോഗത്തിൽ അതിൽ ഒരു വ്യക്തത വരും, തീരുമാനമുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് 3 പേരാണല്ലോ. റവാഡ ചന്ദ്രശേഖർ, ഒപ്പം തന്നെ യോഗേഷ് ഗുപ്തയുണ്ട്, നിതിൻ അഗർവാൾ ഉണ്ട്. അങ്ങനെ 3 പേരാണ് UPSCയുടെ ചുരുക്കപ്പട്ടികയിലുള്ളതല്ലേ? ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായും ഏതായാലും ആരായിരിക്കും സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി എന്നത് തന്നെയാണ് ഇവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് ചേരുന്ന മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള അന്തിമ തീരുമാനം ഉണ്ടാവുക. ആദ്യം സംസ്ഥാനം 6 പേരുടെ പട്ടികയായിരുന്നു കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും ആദ്യ യോഗം ചേർന്നു. പിന്നെ അതിനുശേഷം രണ്ടാമത്തെ യോഗത്തിലാണ് ഈ 6 പേരുടെ പട്ടികയിൽ നിന്നും 3 പേരുടെ ചുരുക്കപ്പട്ടിക സംസ്ഥാനത്തിന് കേന്ദ്രം അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ 3 പേരിൽ നിന്ന് ഒരാളായിരിക്കും ഏതായാലും സംസ്ഥാനത്തിന്റെ പുതിയ DGP ആയി ചുമതലയേൽക്കുക. ഒന്ന് റവാഡ ചന്ദ്രശേഖരനാണ് ഇതിൽ പ്രഥമ സ്ഥാനീയൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് നിതിൻ അഗർവാളും മറ്റൊന്ന് യോഗേഷ് ഗുപ്തയുമാണ്. ഈ 3 പേരുടെ പേരുകളാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നത്. ഇതിൽ ഏറ്റവും സാധ്യത കൂടുതൽ റവാഡ ചന്ദ്രശേഖരന് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. അപ്പോൾ ആരായിരിക്കും എന്നുള്ളതിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ എന്നായിരിക്കും ചുമതല ഏറ്റെടുക്കുക എന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിൽ 2 പേരും സംസ്ഥാനത്തിന് പുറത്താണ് നിലവിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ആരെയാണോ തീരുമാനിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ചുമതലയേൽക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഏതായാലും നിലവിലെ DGP ആയിട്ടുള്ള ഷെയ്ഖ് ദർവേസ് സാഹിബ് അദ്ദേഹം ഇന്ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് ഇന്ന് രാവിലെ തന്നെ വിരമിക്കൽ പരേഡ് പോലീസിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള യാത്രയപ്പ് ചടങ്ങും തീരുമാനിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് പോലീസ് ആസ്ഥാനത്തായിരിക്കും ഈ യാത്രയപ്പ് ചടങ്ങ് നടക്കുക. അതിനുശേഷം ഏതായാലും രാവിലെ തന്നെ പുതിയ DGP ആര് എന്നത് സംബന്ധിച്ചുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നതായിരിക്കും. ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. മന്ത്രിസഭാ യോഗം നിലവിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ ഇവിടെ തിരുവനന്തപുരത്തില്ലാത്ത സാഹചര്യത്തിൽ ഓൺലൈനായിട്ടാണ് മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുക. ഈ യോഗത്തിന് ശേഷം ഈ പുതിയ DGP സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. മനു, തീർച്ചയായും ഷീജ, ഈ പുതിയ DGPയുടെ വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുമ്പോൾ എത്രയധികം ഊഹാപോഹങ്ങളാണ് മാധ്യമങ്ങളിലൂടെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ കുപ്രചരണങ്ങൾ, MR അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയധികം വാർത്തകളും വാർത്താ കാർഡുകളുമാണ് നമ്മുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു ചാനൽ കൊടുക്കുന്നത് കണ്ടു, ഈ ചുരുക്കപ്പട്ടികയ്ക്ക് പുറത്തേക്ക് മറ്റു സാധ്യതകൾ സർക്കാർ തേടുന്നു എന്നതടക്കമുള്ള ഊഹാപോഹങ്ങൾ. ഒരു വാർത്തയെ ഏതൊക്കെ തരത്തിൽ വളച്ചൊടിച്ചാണ് നമ്മുടെ മാധ്യമങ്ങൾ എത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു ക്ലാസ് ഉദാഹരണമാണ് ഇപ്പോൾ ഈ പോയ ദിവസങ്ങളിലെ DGPയുമായി ബന്ധപ്പെട്ട വാർത്തകൾ. തീർച്ചയായും മനു, അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അതായത് സംസ്ഥാന സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് MR അജിത് കുമാർ എന്ന് വരുത്തി തീർക്കാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും നടന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഇത്തവണ ഈ പുതിയ DGPയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ അത് ആ രീതിയിലേക്ക് തിരിച്ചുവിടാനുള്ളൊരു ശ്രമം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു DGPയുടെ കാലാവധി കഴിയുമ്പോൾ അടുത്ത DGPയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നു, അദ്ദേഹം ചുമതലയേൽക്കുന്നു. അതെല്ലാം അതിൻ്റെ ഒരു ഭാഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ MR അജിത് കുമാറിന് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അത് വലിയ തോതിൽ നടന്നിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം 6 പേരുടെ ഈ പട്ടിക സംസ്ഥാനം അത് സാധാരണ രീതിയിൽ സംസ്ഥാന സർക്കാർ അയക്കുന്നതാണ്. 1ഉം 2ഉം പേരുടെ അല്ല, 5ഓ 6ഓ പേരുടെ പട്ടികയാണ് കേന്ദ്രത്തിലേക്ക് അയക്കുക. കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമാണ് ചുരുക്കപ്പട്ടിക സംസ്ഥാനത്തിന് തുടർന്ന് നൽകുക. കാരണം ഇതിൽ നിലവിലിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ചുരുക്കപ്പട്ടികയിൽ 2 പേരും സംസ്ഥാനത്തിന് പുറത്താണ് എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ അതിന് താഴേക്കും പരിഗണിക്കേണ്ടവരുടെ ഒരു പട്ടിക നൽകുന്നത് അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണ് നമ്മൾ മാധ്യമങ്ങളിൽ കാണാൻ സാധിച്ചത് എന്നുള്ളതിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിൽ ഒരു പുതിയ DGPയെ പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഇൻചാർജ് DGPയെ പ്രഖ്യാപിക്കുന്നതിലേക്കടക്കം സർക്കാർ ആലോചനകൾ നടത്തുന്നു എന്ന തരത്തിൽ വരെ ആ വ്യാഖ്യാനങ്ങൾ നീണ്ടു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പക്ഷേ സർക്കാർ കൃത്യമായ രീതിയിൽ തന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഏത് വിഷയമാകട്ടെ അതിലൊന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല, സർക്കാർ കൃത്യമായ രീതിയിൽ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച് അതിൽ ഏത് രീതിയിലാണോ തുടർ നടപടി സ്വീകരിക്കേണ്ടത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ വൃത്തങ്ങളോട് ചോദിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും 30-ാം തീയതിയാണ് നിലവിലുള്ള DGP വിരമിക്കുന്നത്. അന്നത്തെ ദിവസം പുതിയ DGPയെ പ്രഖ്യാപിക്കണം, അത് സർക്കാരിൻ്റെതായ
രീതികളിലൂടെ സർക്കാർ പ്രഖ്യാപിക്കുന്നതായിരിക്കും. പുതിയ DGP ചുമതലയേൽക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും മാധ്യമ വാർത്തകൾ ഒരു വിഭാഗം പടച്ചുവിടുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിൻ്റെതായ സംവിധാനങ്ങളിലൂടെ സർക്കാരിൻ്റെതായ രീതിയിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ പുതിയ DGP വിഷയത്തിലും കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മനു, തീർച്ചയായും ഒരു കാര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നിലവിലത്തെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ കുറിച്ച് കൂടി ഈ ഘട്ടത്തിലൊന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു. 2023 ജൂൺ 30 അദ്ദേഹം ചാർജ് ഏറ്റെടുത്തത്. അതിനുശേഷമുള്ളൊരു കാലഘട്ടം വിവാദങ്ങളില്ലാതെ പരമാവധി മികച്ച രീതിയിൽ പോലീസ് സേനയെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതിൽ ഏറ്റവും അഭിമാനത്തോടെ അദ്ദേഹത്തിന് പടിയിറങ്ങാം. കാരണം ഏറ്റവും ക്ലീൻ റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗമായി പോലീസ് സ്വീകരിച്ച നടപടികളൊക്കെ വലിയ തോതിൽ അഭിനന്ദനങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. ലഹരി ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്ന ആ ഓപ്പറേഷനൊക്കെ. അപ്പോൾ ആ രീതിയിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലഘട്ടം കൂടി നമ്മൾ എങ്ങനെ വിലയിരുത്തണം? തീർച്ചയായും മനു, ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലഘട്ടത്തെ മികച്ച രീതിയിൽ തന്നെ വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം വിവാദങ്ങൾക്ക് വഴി നൽകാതെ കൃത്യമായ രീതിയിലുള്ള ക്രമസമാധാനം ഉറപ്പാക്കിക്കൊണ്ടുള്ളൊരു മുന്നോട്ട് പോക്ക് അത് തന്നെയായിരുന്നു ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം സാധാരണ രീതിയിൽ ഓരോ വിഷയങ്ങളിലും ഓരോ നിമിഷങ്ങൾ വെച്ചുകൊണ്ട് പ്രതികരിക്കുക എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നതിനായിരുന്നു അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചതുപോലെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള സംസ്ഥാനത്തിന്റെ പോരാട്ടം, അതിൽ വലിയൊരു പങ്ക് തന്നെയാണ് പോലീസിന്റെ ഡി ഹണ്ട് നിർവഹിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായ രീതിയിൽ ഓരോ ദിവസവുമുള്ള അപ്ഡേഷൻസ് അദ്ദേഹം നേരിട്ട് തന്നെ എടുത്തുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അത് കഴിഞ്ഞ ദിവസം വരെയും ആ രീതിയിൽ തുടർന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. ഓപ്പറേഷൻ ഡി ഹണ്ട് വലിയ തോതിൽ സംസ്ഥാന വ്യാപകമാക്കുന്നതിലും അതിന്റെ ഓപ്പറേഷനിലടക്കം വ്യത്യസ്ത രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തി മയക്കുമരുന്ന് കണ്ണിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നീക്കവും നടത്തി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ കഴിഞ്ഞ ഒരു ആദ്യത്തെ ക്യാമ്പയിൻ, അതായത് സംസ്ഥാന സർക്കാർ ആരംഭിച്ച മയക്കുമരുന്നിനെതിരായിട്ടുള്ള ആദ്യഘട്ട ക്യാമ്പയിനിൽ വലിയ തോതിൽ തന്നെ വിജയം കാണാൻ സാധിച്ചത് പോലീസിന് അദ്ദേഹത്തിന്റെ ഒരു നേതൃപാടവം കൊണ്ട് തന്നെയാണെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന്, കേസ് അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഓരോ കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിലും സമയബന്ധിതമായ കേസ് അന്വേഷണം പൂർത്തിയാക്കി അതിന്റെ കുറ്റപത്രമടക്കം സമർപ്പിക്കുന്നതിലേക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്തി ഓരോ കേസിന്റെ കാര്യങ്ങളിലും ആ രീതിയിലുള്ള മേൽനോട്ടം വഹിച്ചു തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയതെന്നുള്ളതും ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ പറയേണ്ടതും. മനു.